ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണക്കച്ചെമ്മീൻ ഒലർത്ത അഥവാ ഉണക്കച്ചെമ്മീൻ ഫ്രൈ എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിട്ട് പേരിട്ട് വിളിച്ചോളൂ. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടായി. അത് ചൂടായി വന്നപ്പോഴത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒന്ന് സോർട്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ വെളുത്തുള്ളി കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അത് നമുക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10 ചെറിയ ഉള്ളി ഞാൻ കട്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. ഈ ചെമ്മീൻ്റെ ഇത് തലയും വാലൊക്കെ നമ്മൾ കളഞ്ഞ് ഓൾറെഡി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് സോർട്ടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്കത് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി. നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഒരെണ്ണം എടുത്ത് നോക്കുമ്പോൾ നല്ല ഇങ്ങനെ ഒരു കിരികിരാന്നൊരു സൗണ്ട് കേൾക്കാം. അതിങ്ങനെ പൊട്ടുന്നൊരു ഒച്ച കേൾക്കാം. ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ അത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ സമയമാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഫ്രൈ ആക്കി വെച്ചിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഇത് കേടാകാതിരുന്നോളും. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം നമ്മുടെ ഉണക്ക മുളകില്ലേ അത് ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഒലർത്ത അഥവാ ഉണക്കച്ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക, ഓൾ എന്ന് പറയുന്ന ബട്ടണും കൂടെ പ്രസ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.